പണ്ടൊരു കേസ് നടന്നത് ഓർമ്മയുണ്ടോ? ഒരു ഗവൺമെന്റ് ലീഡർ മനു PG എന്ന് പറയുന്ന ഒരാള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ഒരു വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് ബബലയാണ് ആദ്യം ഈ കേസ് ഇടപെട്ടത്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പം ഞാൻ അവരോട് അവരുടെ വീട്ടിലൊക്കെ പോയി, ഈ ഇരയുടെ വീട്ടിൽ. അതുകൂടാതെ ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ സ്റ്റോറി കേട്ടു. ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിനകത്തൊക്കെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ വീട്ടിൽ ആ വീടിൻ്റെ ഒരു അന്തരീക്ഷവും അങ്ങനെയൊക്കെ നമ്മൾ കാണുക. ഇതാണ് പാർട്ടി. അപ്പോൾ അത് നമ്മൾ അവിടെയൊക്കെ ചെന്ന് നമുക്ക് ആ അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട്, മനസ്സിലായില്ല? അവിടെ ഒരു അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ കൊച്ചനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ അവിടെ ടെൻഷനാണ്. ആൾക്കാർ തമ്മിൽ അവർ ഓരോ മുറിയിൽ ഓരോരുത്തരിരുന്ന് കരയുന്നു, വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. അവരുടെ ആ കൊച്ചിന്റെ ഭാവി തകരുന്നു. പഠിക്കാൻ വെച്ചൊക്കെയാണ്. അതിന് അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് പോവാം. പ്രത്യേകിച്ച് പെൺകൊച്ചിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാലോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുറെയൊക്കെ നമ്മളിങ്ങനെ ഇടപെട്ടാലേ, നമ്മളെവിടെ നിന്ന് ഇടപെടുമ്പോൾ അവരെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഏത് രീതിയിലും ചെയ്യാൻ പാടില്ല. എന്തിനാ അവരെ തകർക്കുന്നത്? ഇയാളുടെ ഈ ഭ്രാന്ത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വൈകല്യമാവാം. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വീണ്ടും ഒരു പീഡനം കൂടെ നടന്നെന്നാ പറയുന്നത്. വേറെ ആരെയും ഇതുപോലെ തന്നെ അതിജീവിതയോ ആരാണ്ട് കേസ് കൊടുക്കാൻ ചെന്നവരോ ഇല്ല, അവരെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തു. ഇത് വക്കീലന്മാർക്ക് വരാൻ പോകുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഞാൻ ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് കിട്ടുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് വക്കീലന്മാർക്കും പോലീസുകാർക്കും ആയിരിക്കും. അതിന്റെ സാധ്യത തുടങ്ങിയപ്പോഴേ എനിക്കറിയാം. കാരണം ഈ ഡിവോഴ്സ് കേസ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പല വക്കീലന്മാർ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പോലീസുകാർ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്ന പരാതിക്കാരികളോട് മോശമായിട്ട് പെരുമാറുന്നവരുടെ കംപ്ലൈൻറ്റ്സ് ഒരുപാട് കൂടുന്നുണ്ട്. ഇനി ഇത് അതിക്രമമാവും കുറച്ച് കഴിയുമ്പോൾ. ആദ്യമൊക്കെ ശരിയാ, കുറെ പേർക്ക് ഇത് അറിയാതൊക്കെ പല പെണ്ണുങ്ങൾ ഒരു ഏരിയയിലൊക്കെ ഇവര്, എനിക്കറിയാം നമ്മുടെ സ്റ്റേഷനിലൊക്കെ ചില ആൾക്കാർ, തിരുവല്ല സ്റ്റേഷനിൽ ഇതേപോലെ ഇടപെട്ട ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. ഞാൻ വിളിച്ചൊന്നും കേൾപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. നേരത്തെ ജാമ്യത്തിലായിരുന്നു. അതിന് പിന്നീട് ഇതേപോലെ തന്നെ സെയിം ടൈപ്പിൽ കംപ്ലൈന്റ് പുള്ളിക്ക് വന്നിട്ടുണ്ടെന്ന് ഏതോ വാർത്ത കണ്ടു. അപ്പൊ ഇവരൊക്കെയെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഓരോ പണി ഒപ്പിക്കുക. ഓൾറെഡി പ്രശ്നത്തിലായിരിക്കും. ഈ ഡിവോഴ്സ് കേസ് അങ്ങനെ സാധനമൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു പരിപാടി, ആശ്വാസം, സഹായം എന്ന നിലയ്ക്ക് ഇവർ പലതും ചെയ്തു കൊടുക്കും. അപ്പോൾ പെണ്ണുങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് ധാരണയൊന്നും കാണത്തില്ല. വേണമെങ്കിൽ കുറച്ചൊരു സമാധാനത്തിൽ കൈകാര്യം ചെയ്യാം. പക്ഷെ ഇവർ ആ ഗ്യാപ്പിലേ ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ? മാത്രമല്ല കമ്മിറ്റ്മെന്റ്സ് കൂടുതൽ മുന്നോട്ട് പറ്റത്തില്ല ഇവരെ കൊണ്ട്. ഇവർക്ക് അത് ആ ടൈമിൽ തന്നെ എടുത്തോണ്ട് പോകണം. അല്ലെങ്കിൽ അവർക്ക് അത്രയും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയുക, ഒരാളെ അങ്ങനെ യൂസ് ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടപാടായത് ഇത് പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാവും. നമുക്ക് മുന്നോട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? അയാൾ നമ്മുടെ ഒരു അടുത്ത വ്യക്തി അല്ലെ, ഫ്രണ്ടായിട്ട് വെച്ചാൽ പോലും ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ക്ലോസ് ഫ്രണ്ട്, സെക്സ് ഒക്കെ ഇൻവോൾവ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരും, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് വരും. അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഗ്യാപ്പുകൾ യൂട്ടിലൈസ് ചെയ്ത് ഈ പെണ്ണിനെ അങ്ങ് യൂസ് ചെയ്തിട്ട് ആ വഴിക്ക് കളയുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇവർക്കൊക്കെ കുറെ കിട്ടും. ഇതിങ്ങനെ ചോദിച്ചു നടക്കുക. ഈ ഞരമ്പൻ കുറെ വർഷങ്ങളായിട്ട് ഈ ഞരമ്പ് കാണിക്കുന്നുണ്ട്. അത് അയാളുടെ മാനസിക വൈകല്യം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ക്രിമിനലോ അങ്ങനൊന്നും അല്ലത്. ശരിക്കും എല്ലാ ക്രിമിനൽസും മാനസിക രോഗികൾ അങ്ങനെയാണ്. എന്നാൽ പോലും ചിലരെ അടച്ചിടേണ്ട ഗതികളുണ്ട്, ചിലരെ അടയ്ക്കേണ്ട, ഒക്കെ കുഴപ്പമില്ല. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ പവർഫുൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടി നടത്തുന്നതുകൊണ്ട് ഇയാൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പൊ സാധ്യതകൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല.
ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സിനിമ ഫീൽഡ്, എല്ലാ ഫീൽഡിലും സാധ്യതകളുണ്ട്. ഇപ്പൊ എനിക്കുണ്ട് സാധ്യത, നിങ്ങൾക്ക് പലർക്കും പല സാധ്യതകൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് എവിടെ ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഈ സാധ്യതയെ അങ്ങനെ ഒരു യൂട്ടിലൈസിങ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അപ്പുറത്തിരിക്കുന്ന ആളെ കൺസിഡർ ചെയ്യാതെ അയാളെ എങ്ങനെ വേണേലും ആയിക്കോട്ടെ, എന്റെ കീറിയാലും കുഴപ്പമില്ല, എന്റെ കേരളം എന്ന് പറയുന്ന ആ രീതിയിൽ ഇടപെടുന്നവരെ അത് പെട്ടെന്ന് ഈ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇവര് ഓർക്കുന്നത് എന്താണ്, അവര് മനസ്സിലാക്കുന്നത് എന്താണ്, അവര് ഇപ്പൊ കിട്ടുന്നത് ഓക്കെ സപ്പോർട്ടായിരിക്കും, അയാൾ എന്നെ സഹായിക്കുന്നില്ല, അയാൾ എന്നെ സപ്പോർട്ട് ചെയ്തു, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്നുണ്ടാകുന്ന സാധനമാണ്. ഇത് പെട്ടെന്ന് ഭയങ്കര ഇടപെടൽ നടത്തുക. അധികം നാള് പരിചയവും, മനസ്സിലായോ? അവിടെയാണ് ഈ അബദ്ധം കൂടുതൽ പറ്റുന്നത്. അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, ആ സമയത്തുള്ള ഇതൊരു വിഭ്രാന്തി കൊണ്ട് നടക്കുന്ന ഒരു സാധനം ഈ സ്ത്രീകളെ സംബന്ധിച്ച്. മറ്റൊരു കാരണം കൃത്യമായിട്ട് ഇത് അറിഞ്ഞു കണ്ട് ഇടപെടുന്നില്ല. അവർ ഇതേപോലെ തന്നെ 100 പേരുടെ ഇടപെട്ടിട്ടുണ്ട്, അവർക്ക് അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കും അറിയാം ഇത് ചെയ്യാൻ. പക്ഷേ ആ സമയം ഒന്ന് തള്ളിപ്പോട്ടെ, അതുവരെയൊക്കെ എങ്ങനെ ഇത് നടന്നോട്ടെ എന്ന് കരുതത്തില്ല. അപ്പൊ തന്നെ ഇത് കറക്റ്റായിട്ട് അവര് ചാടി വീഴും. എനിക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പലതും. നമ്മൾ തന്നെ അത് തള്ളി നീക്കും. ഇനി ഇയാള് അങ്ങനെ നമ്മളോട് തന്നെ താല്പര്യമുള്ള ഒരാളാണ്, ഉറപ്പായിട്ട് 1 വർഷമോ 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളുടെ ബന്ധം നിൽക്കുകയും ചെയ്യും. എന്നാൽ ശരിയാണ്, ഇതിനകത്ത് വല്ലതൊക്കെ സെക്ഷുവലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലവോ അഫെയറോ കമ്മിറ്റ്മെന്റോ എന്ത് വേണേലും ആയെന്നിരിക്കാം. അല്ലാതെ എനിക്ക് ഈ ഒരു സാധനം മാത്രം ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോവുക, വരുന്നതല്ല അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന സാധനമൊന്നും അത്രയ്ക്ക് വർക്കാകത്തില്ല. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇനിയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തരത്തില് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് തരത്തിലുള്ള പരിപാടി ഇൻവോൾവ് ആണെങ്കിലും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞു. അല്ല ഈ പണിക്ക് നിൽക്കരുത്, എനിക്ക് അത്ര പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ മനുഷ്യരല്ലേ, നമ്മളിങ്ങനെയൊക്കെ വന്ന് ആരെങ്കിലും ഒക്കെ ചെയ്ത് നിങ്ങൾ എല്ലാവരും പറയും പെണ്ണുങ്ങൾ തേച്ചു. പണ്ടൊക്കെ ഉള്ളൊരു കഥയാ, പെണ്ണുങ്ങളൊക്കെ തേച്ചു. പെണ്ണുങ്ങളെ തിരിച്ചും തേക്കുന്നുണ്ടാണ്, അത് തേപ്പുകാര് തന്നെ. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അതും ഈ ഡാമേജ് ഉണ്ടാക്കരുത്. പോട്ടെ, ഇത് വേറെ രീതിയിൽ പറയാം. ഇപ്പൊ ഓക്കെ, ഒരു കാര്യസാധ്യത്തിന് അവൾ റെഡിയാണ്, ഇയാൾ റെഡിയാണ്, അങ്ങനത്തെ കണ്ടീഷനും ഓക്കെ ആവട്ടെ, അത് പ്രശ്നമല്ല. ഇപ്പൊ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് കോച്ച് പോലത്തെ കാര്യങ്ങളിൽ സഹകരിക്കുന്ന കുടുംബത്തോടെ വന്ന് സഹകരിക്കുന്നവരുണ്ട്, അല്ലാതെ വന്ന് സഹകരിക്കുന്നവരുണ്ട്. അവർക്ക് അങ്ങനത്തെ ലക്ഷ്യമുണ്ട്, അവരുടെ ലക്ഷ്യം അതാണ്, വേറൊരാളുടെ ലക്ഷ്യം അതായിരിക്കത്തില്ല. അപ്പൊ അത് തിരിച്ചറിയാനൊന്നും നോക്കത്തില്ല, അത് മനസ്സിലാക്കിയിട്ടല്ല അവരുടെ ഇവിടുന്ന്. അല്ല വേണ്ട, 1 നൈറ്റ് സ്റ്റാൻഡ് പോലത്തെ പരിപാടികളൊക്കെ ചുമ്മാ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് പ്രശ്നമല്ലാത്ത ആളുകൾ, അത് എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടാകരുത്, മനസ്സിലായില്ല? അയാൾ പീഡിപ്പിക്കപ്പെടരുത്. അയാൾ ഭാവി ജീവിതത്തിൽ ഇതും ആലോചിച്ചിരുന്ന് വേദനിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് എന്തുകൊണ്ട് ഇത് ആരെങ്കിലും ഇത് ആണോ പെണ്ണോ വ്യത്യാസം ഉണ്ടോ അതിനകത്ത്? ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ് ലോകത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്ത് എടുക്കാൻ പറ്റത്തില്ല, മറ്റു രാജ്യങ്ങളിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് മനസ്സിലായി, ലോകത്തില്ല സോറി ഇന്ത്യയിലെ മറ്റു ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് കുട്ടികളെ കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്ത്രീകള്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈംഗികം മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞത്. ഈ ലൈംഗികമായ പീഡനങ്ങളുടെ പിന്നെയുണ്ട്, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആക്കി അത് ഈ പീഡിപ്പിക്കപ്പെടുന്ന ആളുടെ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത്തിരി പരിപാടി അവതരിപ്പിച്ചാൽ അവരൊക്കെ അതും മാനേജ് ചെയ്ത് ഇവരിട്ടും ഈ പീഡിപ്പിക്കാൻ വന്നവൻ പെടും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പൊ അതിന് ബുദ്ധിമുട്ടില്ലാതെ അയാളെ അതിനൊക്കെ കൂടുതൽ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളവരും ഉണ്ട്. അപ്പൊ അതിനൊക്കെ വെച്ച് നോക്കിയാൽ ഡിപ്പെൻസ് upon people to people and the conditions applied and okay അതൊക്കെ എന്തുകൊണ്ടല്ലോ. അപ്പോ ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ പോകുമ്പോ ഞാൻ കാണുന്നത് ഒരു കൊച്ചു പെണ്ണ് അത് കരഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, എന്റെ ജീവിതത്തിലൊക്കെ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ആരോടും ചെയ്യുവോ? അയാൾ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോഴേ അയാൾ ആ സമയത്ത് ഈ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ വർത്താനം കൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോലും നമ്മൾ അവരോടത് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുമെന്നെങ്കിലും പറയണം. അല്ലേ? ശരിയല്ലേ? അത് ശരിയായില്ല, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, നമ്മൾ അടുത്ത പ്രാവശ്യം ആലോചിക്കുക. അല്ലെ പിന്നെ ഇയാളിവിടെ പോകരുത്, ഇയാളിന്ന് മാറ്റി നിർത്തിയേക്കുക, നമ്മൾ അവരോട് കമ്പനി നിർത്തുക. കാരണം നമ്മുടെ കൂട്ടുകെട്ട് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, പരിപാടി നിർത്തിയേക്കണം. എന്തിനാ വെറുതെ അങ്ങനെ നിർബന്ധിച്ച് ഇവിടെ ഒരാളെ പിടിച്ചെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് ഭാര്യയാണേലും കാമുകനാണേലും ആണോ പെണ്ണോ വ്യത്യാസം ഇല്ലാതെ തന്നെ തള്ളയോ എന്തുവാണേലും ആയിക്കോട്ടെ, നാട്ടുകാരനായിക്കോട്ടെ, ആ പരിപാടിക്ക് നിൽക്കരുതെന്നേ ഉള്ളൂ. അവിടെ പോയി ഒന്നും ചെയ്യണ്ട, അവിടെ നിന്ന് മാറ്റിയേക്ക്, അവിടെ കഴിഞ്ഞത്. പക്ഷെ ഇതല്ല, ഇത് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞേ പിന്നെയും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നീട് ഇത് തന്നെ, ഇത് കഴിഞ്ഞ് വേറൊരു ആള് വരുമ്പോ അയാളുടെ അടുത്ത് ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാര്
കേസിൽ പ്രതിയാവുന്നു, അയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അയാള് ഒറ്റപ്പെട്ട് കാണും ഇപ്പൊ ഈ നേരം കൊണ്ട്. അയാളുടെ കുടുംബക്കാരൊക്കെ അയാൾ ഒഴിവാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇയാളെ ആദ്യമേ ചികിത്സിക്കണമാണ്. ഇത് അറിഞ്ഞ സമയം തൊട്ടേ ഒരു ചികിത്സയ്ക്കുള്ള നടപടി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇയാളെ കൊണ്ടുള്ള മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകളും കുറഞ്ഞിരിക്കും, ഇയാൾ ആത്മഹത്യ ഒഴിവാക്കാം. അതല്ല അതിന്റെ ശരി. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അയാൾ മരിക്കുന്നു, അല്ലെ ഒരാൾ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുന്നതിന് അറ്റത്തെത്തുന്നു, പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴല്ലേ ഈ പറഞ്ഞ പരിപാടി, അയ്യോ അയാൾ അങ്ങനെയായിരുന്നു, അവന് നേരത്തെ കുഴപ്പമുണ്ടായിരുന്നു, നേരത്തെ അങ്ങനെ ആയിരുന്നു, നേരത്തെ ഇങ്ങനെ ആയിരുന്നു. ഈ ട്രാക്ക് വിട്ട് കളിക്കത്തില്ല. എനിക്കറിയാം ഇയാളെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളെ സുഹൃത്തുക്കൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ആളുകൾ, ഒന്നിച്ചിരുന്നവരുടെ ഇടയിൽ നിന്ന് അതിനകത്ത് ഒരാളുടെ ഭാര്യയോട് പറഞ്ഞ ഇവരുടെ എന്തോ ആവശ്യം വന്നത്, ഇവന്റെ കൂട്ടുകാരന്റെ ഒരു എന്തോ സംഭവം നടന്നപ്പോ ആള് ഗൾഫിൽ എന്തോ ആണെന്ന് തോന്നുന്നു. എങ്ങനെയാന്ന് അറിയത്തില്ല, അതെനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയത്, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയ ന്യൂസാ. അവിടെ അയാളുടെ ഭാര്യയോട് പറഞ്ഞു വൈകിട്ട് വീട്ടിലോട്ട് പോകാൻ, നമുക്ക് കേസിന്റെ കാര്യം സംസാരിക്കാൻ. വീട്ടിൽ ചെന്ന സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യയോട് വരെ വർത്താനം പറഞ്ഞു പലതും. മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും അത് അപ്രോച്ച് ചെയ്തു. ആ കൂട്ടുകാരന്റെ ഭാര്യ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാള് കട്ട് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, അല്ലെ ഒന്നിച്ച് കളിച്ചു വളർന്നവർ തമ്മിലൊക്കെ ആ ഒരു ബന്ധമൊക്കെ മറന്നിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഉടനെ അതാ ആരും ആയിക്കോട്ടെ അവരതിനകത്ത് റെഡി അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അവർക്ക് ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എല്ലാം പിന്നെ അവരെന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് മേടിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഈ ഭർത്താവിനെയും എല്ലാം ഇവര് രണ്ടുപേരും ഏകദേശം സിമിലർ കാറ്റഗറി പെടുന്ന ആൾക്കാരും. അപ്പുറത്തേക്കുന്നവൻ കറക്റ്റ് ആയിട്ട് അവർ കിട്ടിയത്, അവൻ ഇവന് ചെയ്തത് നന്നായി പോകും. കാരണം ഈ അഡ്വക്കേറ്റ് വളരെ നല്ലവനാവും. കാരണം അങ്ങനെ സാധ്യതയുള്ള ഒരു ഭാര്യയെ കണ്ടുപിടിച്ചു കൊടുത്തില്ലേ. അപ്പോ ഈ പറഞ്ഞവര് തമ്മിൽ അങ്ങനെ ഒരു ഇതില്ല. അവരെന്നിട്ട് അവിടെ നിന്ന് ബുദ്ധിമുട്ടോടുകൂടി പോവാണ് ഇയാളുടെ ഈ പ്രവൃത്തി കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്ട് ചെയ്യുന്ന ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾ ആരായാലും, അത് ഈ രണ്ടുപേരിൽ ആരാണേലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു താല്പര്യത്തോടുകൂടി എങ്ങോട്ട് തട്ടിയാലും പിന്നീട് സംഭവിക്കുന്ന ചിലപ്പോ ഇങ്ങനെ ഒരു ഹിന്ദി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇടപെടുന്ന രീതി മാറും. അല്ലേ? ശരിയാണോ? ആണുങ്ങൾ ആരും എടുക്കാം. ഇനി പെണ്ണുങ്ങളാണേലും ഇങ്ങനെ ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവരതിനകത്തൊന്നും ചിന്തിക്കും, ഇത് ചെയ്യണോ, അത് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണം, ഇയാളുണ്ട്, അയാളുണ്ട്, മറ്റുള്ളുണ്ട്, മറിച്ചുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, അപ്പുറത്തുണ്ട്, എനിക്ക് വേറെ ഒരെണ്ണമുണ്ട്, അതുകൂടാതെ അതുണ്ട് എന്നൊക്കെ പറയുന്ന രീതി ചിന്തിച്ചു തുടങ്ങും. ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് ഈ പറഞ്ഞ ആൾക്കാർ തമ്മിൽ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കൂടും, അവർക്ക് സ്ട്രെസ് കൂടും, അവർക്ക് ക്യൂരിയോസിറ്റി കൂടും, അവര് പിന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യേണ്ടി വരും, ഒരു പറ്റിക്കൽ പരിപാടികളിലേക്ക് ബ്രെയിൻ യൂസ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലേക്ക് ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ട്, സമാധാനം പോവും, ഒരു ഭയങ്കര കള്ളത്തരം ചെയ്യേണ്ടി വരും. ഇതൊന്ന് മെനക്കെടുക, അങ്ങനത്തെ മെനക്കെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്. അപ്പോ ഈ പറഞ്ഞ ആള് ചെയ്യാൻ പാടുണ്ടോ? അത് എനിക്ക് അപ്പോഴും അഡ്വക്കേറ്റിന്റെ ഭാഗത്തെ തെറ്റുള്ളൂ. കാരണം ക്ലിയർ ആണ് പുള്ളിയുടെ ഭാഗം, പുള്ളി വരുന്നവരെല്ലാം അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പെണ്ണിന് തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവിടെ ചെന്നിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അല്ല അവിടെ നിന്ന് ആൾക്ക് താല്പര്യമില്ല, ഇങ്ങനെ ഒരുത്തനായിട്ട് ബന്ധം വേണ്ട. അങ്ങനെ കൂട്ടുകാരുടെ വരെ ഇയാൾ നാണം കെട്ടിട്ടുണ്ട്. കൂടെ നാട്ടിൽ കൂടെ കളിച്ചു വളർന്ന ആൾക്കാരുടെ ഇയാൾ നാണം കെട്ടിട്ടുണ്ട്. അത് ചിലപ്പോ ഈ പെൺകുട്ടിക്ക് അറിയത്തില്ലായിരിക്കും. ഏത് ഈ മറ്റേ അതിജീവിത എന്ന് പറയുന്ന ഒരു കേസുമായിട്ട് അയാളുടെ അടുത്തെത്തുന്ന പെൺകുട്ടിക്ക് അതൊന്നും അറിയത്തില്ലായിരിക്കും. അവിടെ അയാൾ ഫ്രഷ് ആയിട്ടാ പ്രസന്റ് ചെയ്തേക്കുന്നത്. അയാൾ വേറെ രീതിയിൽ അവിടെ അപ്രോച്ച് ചെയ്യുന്നു. അവിടെ അത് ആ കുട്ടിയെ എന്താ പറയുക, സ്വാഭാവികമായിട്ടും അയാൾക്ക് കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ആ പറഞ്ഞ പെൺകുട്ടിയുമായി എന്താ പറയുക ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ പോകുമ്പോൾ അയാള് കുറച്ച് പവർ ഉപയോഗിക്കുകയാണ്. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇയാളിൽ സഹായം തേടി എത്ര ആൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ, ആ ഒരു മാനസിക തലം, അതും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഇതിനെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതയാളുടെ അധികാര ദുർവിനിയോഗം, ഇതെല്ലാം ഒന്നിച്ച് അയാൾ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ചുമ്മാ ഗോവിന്ദചാമി അല്ലത്. ഗോവിന്ദചാമിക്ക് തലയ്ക്കാതെ വെളിവില്ലാതെ ഇറങ്ങി നടന്ന് കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്നുണ്ടായ ആരും വരാണെന്ന് പറയുന്ന സാധനം ഇവിടെ താൻ ഇരിക്കുന്ന പൊസിഷൻ തെറ്റിച്ച് കാണിക്കുന്നു. അയാൾ അത് ആ ഉത്തരവാദിത്വത്തെ ഭയങ്കരമായിട്ട് വിട്ടു മാറുന്നുണ്ട്. അയാളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അയാളെ പീഡിപ്പിക്കരുത് എന്നുള്ളതാണ് എത്തിക്സ്. അതെല്ലാം തെറ്റിച്ച് അതെല്ലാം തെറ്റിച്ച് കഴിഞ്ഞിട്ട് പോട്ടെ, ഇനി ഫിസിക്കൽ പവർ ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു. അവിടെ ഫിസിക്കലി വരെ അയാൾ അഡ്വാൻസ് ചെയ്യുക. അല്ലെങ്കിൽ അയാൾ ആ ഒരു ജീവിയോട്, എന്ത് ജീവി ആയിക്കോട്ടെ, അത് പട്ടിയോ പൂച്ചയോ ആരും ആവാം, അതിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു, ഫിസിക്കലി കീഴ്പ്പെടുത്തുന്നു. മെന്റലിയും ഫിനാൻഷ്യലിയും സോഷ്യലിയും എല്ലാം കഴിയുമ്പോ ഇനി ഫിസിക്കലൂടെ വേണം, എങ്കിൽ പിന്നെ ഫിസിക്കലി അറ്റാക്ക് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പരിപാടി നടത്തുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. എനിക്ക് ഇയാൾ മരിച്ചു പോയതുകൊണ്ട് മരിച്ചയാൾ ഉടനെ എല്ലാവരോടും വന്നിട്ട് മരിച്ചുകൊണ്ട് നന്നാക്കുന്ന പരിപാടി ഇല്ല. അത് ആരുടെ കാര്യത്തില്ല. അതിനിപ്പോ ആര് മരിച്ചാലും ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആൾക്കാരെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ
അന്നും ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇയാള്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഫോൺ ചെയ്യുന്നുണ്ട് ഇവരുടെ വീട്ടിലോട്ട്, കരഞ്ഞു കാല് പിടിച്ച് അയ്യോ എന്നെ അങ്ങനെ ആക്കരുത്, എന്നിട്ട് ഏതോ ഭഗവതിയുടെ പേരിൽ വലിയ അമ്പല വിശ്വാസിയൊക്കെയാ, ഭയങ്കര വിശ്വാസിയാ, ശബരിമലയൊക്കെ പോകുന്നുണ്ടാവും, വേറെ ഒരു അമ്പലമൊക്കെ പറയുന്നു, അവിടുത്തെ ദേവിയാണ്, എന്നോട് അങ്ങനെ ചെയ്യരുതേ മോനെ അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു കാല് പിടിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്ന വേറൊരു കള്ളത്തരം. അത് അടുത്ത കള്ളത്തരമാണ്. അപ്പൊ അങ്ങനെയെങ്കിലും അത് ഒഴിഞ്ഞു പോവാണെങ്കിൽ പോട്ടെ, അവര് ഇങ്ങോട്ട് ഇയാൾക്ക് രക്ഷപ്പെടണം, ഇയാൾക്കെല്ലാം വേണം, ഇയാൾക്ക് പക്ഷെ ഒന്നും അങ്ങോട്ട് അത് എങ്ങനെയൊരു എസ്കേപ്പ് ആകുക. പക്ഷെ ഇതിന്റെ കേസിന്റെ രീതി കണ്ടപ്പോ മനസ്സിലായി ഇത് ആ രീതിക്ക് പോയാൽ കിട്ടത്തില്ല. അപ്പൊ അയാൾ ആലോചിച്ചിട്ട് തന്നെ അടുത്ത ചെയ്യുന്നത് ഇയാൾ കരയുകയും ഇയാൾ വന്ന് മാപ്പ് പറയുകയും ഇയാൾ വന്ന് അത് ഇത് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ചെയ്തത് കണ്ടപ്പോ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ബബ്ല അന്ന് പറഞ്ഞു ഇയാൾ സൂയിസൈഡ് ചെയ്യുക. അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം അയാളുടെ മാനവും അല്ലെങ്കിൽ അയാളുടെ പരിപാടി, അയാളുടെ കള്ളത്തരങ്ങളും ഇനി മുന്നോട്ടായി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ പുള്ളി എത്തിയേക്കോ. പുള്ളിയുടെ എല്ലാം തീരുവ. ജഡ്ജ് പാനലിലോട്ടിരുന്ന ആളുടെ പണി ഇപ്പൊ പോകും. അന്ന് കേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഓഡിയോ വന്നപ്പോ പറഞ്ഞു അയാളുടെ പണി പോയി. അയാള് കരിയർ വൈസ് അയാൾ ഏറ്റവും ടോപ്പിൽ എത്താൻ പോകുന്ന സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ തീരുവ. അവര് പറഞ്ഞ അവരെ അറസ്റ്റും ചെയ്യിക്കും, അവരുടെ ജോലിയും പോകും. അപ്പോ അത് പോയി. പിന്നെ അയാൾക്കുള്ളത് കുടുംബവും പരിപാടിയൊക്കെയാ. അവിടെ ഈ ഓഡിയോയും പരിപാടിയൊക്കെ കൂടെ വന്ന് കേസ് കൂടെ ആയപ്പോഴത്തേക്കിന്, കേസ് വന്നാലും കള്ളത്തിനാന്ന് പിടിച്ചിരുന്നേനെ വീട്ടില്. പക്ഷെ ഇയാൾ ഈ കരഞ്ഞു പോയി പറയുമ്പോ അയാൾ അവിടെ ഒരു തെറ്റ് കാണിക്കുന്നത്. അവിടെ അയാൾ മൊത്തത്തിൽ അത്ര പെർഫെക്റ്റും അല്ല, അല്ലെ ഈ സമയത്ത് കോൾ ചെയ്യത്തില്ല, അല്ലെ അത് കുറച്ചും കൂടി കൺട്രോൾ ഉള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മാനസിക പ്രശ്നമുണ്ട് ഇതിനകത്ത്. അവിടെ ആണ് ഈ വിഭ്രാന്തി കാണിക്കുന്ന ആൾക്കാർ. ഈ വിഭ്രാന്തി ഉള്ള ഒരാൾ തന്നെ ആ ഒരു വിഭ്രാന്തിയുടെ മറ്റൊരു എക്സ്പ്രഷനാണ് ഈ പറഞ്ഞ പോലത്തെ ഇതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ ഇങ്ങ് ചെയ്ത് കളഞ്ഞു. അയാളെ വിളിച്ചില്ലാണെങ്കിൽ അയാൾക്ക് ചിന്തിക്കണ്ടേ? അയാളുടെ അഡ്വക്കേറ്റ് ആണ്, അയാൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ല, ഇത് റെക്കോർഡ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുമോ, ഇല്ല ആരെങ്കിലും കേട്ടാലോ, അങ്ങനത്തെ ഒരു സീനാണ് ചിന്തിക്കാതെ അയാൾ ചെയ്യുമോ എന്നതൊക്കെ. പിന്നെ അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇയാൾ ഇത് കണ്ടോ, ഇയാൾ മൊത്തത്തിൽ പിടിവിട്ട് കളിക്കാൻ തുടങ്ങി, അത് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും ഇയാൾ ഇതേ ആക്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് 1.5 വർഷമായിട്ടുള്ളൂ അടുത്ത കേസ് വരുവാണ്, സിമിലർ കേസ്. അപ്പൊ തന്നെ മനസ്സിലായില്ല ആ ഒരു ആള് സൂയിസൈഡ് ചെയ്യേണ്ട ആളാണ്, അയാളാണ് സൂയിസൈഡ്. ഞാൻ ഈ സൂയിസൈഡ് വരത്തില്ല, സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ആക്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം അത് അങ്ങനെ പെട്ടെന്നൊരു സമയത്ത് ആരോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല മറ്റേ എന്താ ഒരു ADM, അതൊക്കെ അതിനകത്തൊക്കെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ആ ഒരു സ്ത്രീ വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അവർക്ക് ഇതിനുള്ള സാധ്യതയുള്ള ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് വരുമ്പോൾ ട്രിഗർ ആയതുകൊണ്ട് ഇപ്പൊ മഴ പെയ്താൽ ചിലപ്പോൾ അങ്ങ് തോന്നുന്ന പോലെ ഉള്ളൂ. ഈ ദിവ്യോ ആരാണ്ട് ഒരു പാർട്ടിക്കാരി എന്തോ ഒരു സ്ത്രീ അവരവിടെ വരുന്നിടത്ത് അവർ ഇയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാള് ആത്മഹത്യ പിന്നെ ഇവര് കേസിട്ട് എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചില പട്ടിയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ആന ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി. അപ്പോ ആ മനുഷ്യൻ എന്താ പറയാ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാളുടെ സ്വന്തം ജീവൻ കളയാൻ തീരുമാനിക്കുന്ന അത്രയും വലിയൊരു തീരുമാനം എന്ത് കാരണം കൊണ്ട് എടുത്താലും അതിന് അപ്പുറത്തേക്ക് നാളെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. അതിനകത്ത് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് തീർത്തും പറയും. അങ്ങനെ ഒരു പരിപാടി ഇല്ല. അത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അയാൾക്ക് എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിന് എനിക്ക് സത്യം പറയാമല്ലോ, അതൊരു സൈക്യാട്രിക് ഡിസോർഡർ എന്ന നിലയ്ക്കേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഡിസോർഡറിന്റെ ഒരു ഘട്ടം വരുമ്പോൾ ഉള്ള ഒരു ആക്ഷനാണ് സൂയിസൈഡ്. മനസ്സിലാകുന്നത്? ഇപ്പൊ ഞാൻ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ അല്ല, പിന്നെ അടുത്ത സൂയിസൈഡ് ഞാൻ പറഞ്ഞുതരാം. കടം കൊണ്ട് മൂടി ഒരു നിവർത്തിയില്ല, ഇനി ഒന്നും ജീവിക്കാൻ കാശില്ല, ഫുഡ് കഴിക്കാൻ വകയില്ല, ഇങ്ങനെയെല്ലാം വന്ന് പെട്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മനുഷ്യൻ പുറത്തോട്ടൊക്കെ ആൾക്കാരെ നോക്കുമ്പോൾ കാണുമ്പോൾ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് മാത്രം ഉണ്ടെന്നുള്ളൊരു സാധനം വരുന്നത്. അതാണ് കറക്റ്റ് ചെയ്യേണ്ട ടൈപ്പ്. അവിടെ ഈ ബാങ്കുകാർ ഇത്രയും പേരെ കൊന്നു, ഇവിടെ എത്രയോ പേര് കുടുംബത്തോടെ കത്തിച്ചു മരിച്ചു. അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യം എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ദിവ്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിടപെട്ടപ്പോ ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ടുണ്ടാകുന്നത്? സത്യത്തിൽ അയാൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനിലോ വെക്കാൻ പറ്റും. അയാൾ ചെയ്യേണ്ടാത്ത സ്ഥലമാണ്, അയാൾക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് നാണക്കേടുണ്ടായിരുന്നു. പക്ഷെ തെളിയിക്കാൻ അവസരമുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലാതെ തെളിയിക്കാനുള്ള അവസരങ്ങൾ കിടക്കുമ്പോൾ അയാൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ഒരു തരത്തിൽ ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇവര് പറയുന്ന രീതി ഇപ്പൊ കാണാൻ പറ്റത്തില്ല.
അതേസമയം മറ്റൊരു നിൽക്കുന്ന ആളെ ഇവര് കൺസിഡർ ചെയ്യുന്നില്ല. ഇവരെല്ലാം കൂടെ കണ്ട അയാൾക്ക് കടബാധ്യതയുണ്ട്, അയാൾ മരിക്കാൻ പാടില്ല എന്നും അയാളെ കൊന്നത് ഈ സിസ്റ്റമാണ്, നമ്മളിവിടെ ഇങ്ങനെ ഈ നാടിന്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാളും വരുന്നുമില്ല. അപ്പൊ ചെന്നിട്ട് അവർക്ക് വീട്, ആ കൊച്ചിന് വീട് വെച്ച് കൊടുക്കാൻ ബോബിച്ചമ്മണ്ണൂർ ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ഭയങ്കര ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്നതിനിടെ വന്നിട്ട് ഒരു ചാരിറ്റി കൂടെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി മതിച്ച് അതുവഴി പോയി അവിടെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കും, മറ്റൊരു ഇതും കാണിച്ച് ഇങ്ങനെ ഒരു അഭ്യാസം കാണിച്ച് നടക്കുന്നവരൊക്കെ വന്ന് അത് യൂട്ടിലൈസ് ചെയ്യും. അവരുടെ സെൽഫ് മാർക്കറ്റിംഗ് അല്ലെ, അവരുടെ മോറൽ അല്ലെ, അവര് മറ്റേ എന്താ പറയണ്ടേ ഇവിടുത്തെ നന്മ മരം ഭയങ്കര നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമ്പോൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ വിനിയോഗിക്കും. 3 കോടിയൊക്കെ അനൗൺസ് ചെയ്യും. ശവകുമാരത്തിന്റെ മോളിൽ നിന്ന് സെൽഫി വീഡിയോ എടുത്ത് അവിടെ നിന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നവന്റെ കൃത്യനിർവഹണത്തിന് ഒരു തടസ്സം നേരിട്ടാലും കുഴപ്പമില്ല, എനിക്കങ്ങ് തള്ളണം കയറണം, എനിക്കിവിടെ മാന്യനും മര്യാദക്കാരനും ഭയങ്കര നന്മയുള്ളവനും ആകണം, അതിന് ഞാൻ ഇറങ്ങി വരും, വേഷം കെട്ടിയാണെങ്കിലും വരും എന്നൊക്കെ പറയുന്നവന്മാരുടെ ഒരു ഏരിയയായി മാറുന്നത്. അത് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അത് ഈ പ്രായക്കാർക്ക് കൂടുതലാണ്. മുന്നേ ഉള്ള തലമുറ ഇച്ചിരി പ്രശ്നമാണ്. അവർക്ക് കാശൊക്കെ ആയി കഴിയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം, കുറേ ആയി പിന്നെ അടുത്ത് എന്താ, പിന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അവർക്ക് ലാഭമായിരിക്കും കാണിച്ചത് എല്ലാം. അങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ. ഇതൊക്കെ വിട്. ഇതിനകത്ത് ഈ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം, അവിടെ അങ്ങനെ ഒരു ആത്മഹത്യ. പിന്നത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനൽ ഇൽനസ് ഇടയ്ക്ക് ഇച്ചിരി വന്നാണ്. അപ്പൊ ഈ ടെർമിനൽ ഇൽനസ് ഉള്ള ഒരാള്, അയാള് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം, മുന്നോട്ട് ഒരിക്കലും പെയിൻ മാറത്തില്ല. അതെന്ത് വരുന്ന വെച്ചാൽ ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഛർദിക്കും, ദേഹത്തോളം വേന, അയക്കാത്ത വേന, ഒരു രീതിയിലും ജീവിക്കാൻ മുന്നോട്ട് സാധ്യതയില്ല. തളർന്ന് കിടക്കുകയാണ്. അയാൾക്കൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരാള് എങ്ങനെയാണെന്ന് അയാൾക്ക് ദയാവത ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇത്രയും കൺസിഡറേഷനും ഇങ്ങനത്തെ വലിയ നമ്പറും അവര് വന്ന് എന്തോ പറഞ്ഞപ്പോ ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് അവരെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞു വരുന്നവരും അതെടുക്കാം വേണ്ട പറഞ്ഞില്ല. അത്രയും ഇവിടെ കിടന്നുകൊണ്ട് ചർച്ച ചെയ്തവരൊക്കെ എന്തുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഒരാൾ മരിക്കാൻ ആഗ്രഹിച്ചു കിടക്കാണ്, അയാൾക്ക് പറ്റുന്നില്ല, അയാളെ പുഴു വലിച്ചു, മേൽ മുഴുവൻ പുഴു കയറിക്കൊണ്ടിരിക്കുന്നു, സഹിക്കാനാവാത്ത വേദന അങ്ങനെ വരുന്നു. ഇത് അറിഞ്ഞു അല്ലെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. എനിക്ക് എൻ്റെ അടുത്ത് വീട്ടിനടുത്ത ഒരാൾക്ക് ലിവറിന് ക്യാൻസർ വന്നപ്പോ അയാൾ ഇത്ര ഉള്ള ഒരു ഉണ്ടെന്നാ വിളിക്കുന്നത്. ആള് ഹൈറ്റ് പറഞ്ഞ ഡോർഫ് പോലത്തെ അയാൾ ഓട്ടോ ഓടിച്ചാ ജീവിക്കുന്നത്. ഓട്ടോയ്ക്കകത്തൊക്കെ ഇരുന്ന് ബ്രേക്കൊക്കെ ചവിട്ടാൻ ഭയങ്കര പാടാണ്. നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ക്യാൻസർ വന്നു. അയാൾ അധികം പേരുടെ സഹായം ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ എന്തോരം പൈസ ഉണ്ട്. അയാൾക്ക് വേദന സഹിക്കാൻ വയ്യാതായി. അയാൾ നേരെ ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചു. അതുപോലെയാണോ ഇതൊക്കെ? ഞാൻ ഈ ആത്മഹത്യകൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തരംതിരിക്കണം, മനസ്സിലായോ? മുന്നോട്ട് ഒന്നുമില്ല, കാണാനില്ല, വേദനയായിരിക്കും, ശരീരത്തിനുള്ള വേദന മനസ്സിലാക്കണം. മനസ്സിന് വേദനയൊക്കെ ഉണ്ടാവും, ശരിയാണ്. ഈ മാനസിക വേദന എന്ന് പറയുന്ന സാധനത്തിനകത്താണ് നേരത്തെ പറഞ്ഞ കാര്യം ഇരിക്കുന്നത്. ഒന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവും. ഇവിടെ ആകെ ഉള്ളത് ഇവർക്ക് മാനസികമായ വേദനയാണ് മറ്റേ ആൾക്കാർക്കൊക്കെ ഉള്ളത്. ഈ മാനസികമായ വേദന ഉണ്ടാകുന്ന ഒരിക്കലും പ്രത്യേക ഒരു പെട്ടെന്നൊരു സാധനമാണ് കണ്ട ഉടനെ ഉണ്ടാകുന്ന മാനസിക വേദനയ്ക്കൊന്നും ആരും ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രോബ്ലം അത്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യാനാ? അയാൾക്ക് രക്ഷപ്പെടാൻ 100 മാർഗങ്ങളുണ്ട്. ഇവിടെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഗവൺമെന്റ് ജോലിക്കാരനാണ് അയാൾ, ഇത്രയും വലിയ പദവിയിൽ ഇരുന്നതാണ്. അയാൾക്ക് എന്തെല്ലാം ഓപ്ഷൻസ് അയാൾക്ക് അറിഞ്ഞിരിക്കണം. അയാൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ ജീവിതത്തിൽ അയാൾ നേടിയത് എന്താണ്, അയാൾ ഇതുവരെ ഇവിടെ എന്തൊക്കെയോ സർവീസ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതിനകത്തെല്ലാം പോരായ്മകളില്ലേ? ഒരു മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഒരാളോ അസിസ്റ്റന്റോ അല്ലെ അങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ട് അത് മൊത്തം തെറ്റാ, പുറകോട്ട് ഒരുപാട് അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെ ഒരാൾ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനൊന്നും ചെയ്യരുത്. അങ്ങനെ അയാളുടെ കുടുംബത്തെ പറ്റി ആലോചിക്കുന്നില്ല, അയാളുടെ ജീവനെ പറ്റി ആലോചിക്കുന്നില്ല. അവർക്ക് അതൊന്നും ഇല്ലാത്തൊരു പ്രശ്നം. ഇങ്ങനെ ഒരാൾ വന്ന് എന്തോ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ തെളിയിച്ച് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, എങ്ങനെ ഒറ്റപ്പെടുന്ന അങ്ങനെ ഒരാൾ? ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനെ പറ്റി ആരോപണം ഉന്നയിച്ച് അവൻ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നതിനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇനി അതല്ല, ഇനി നിന്റെ ഭാഗത്താ കുഴപ്പമെന്ന് വിചാരിക്കുക. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടേ വേറൊന്നും ചെയ്യാനല്ല. നമ്മളൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യൂടാ, അതൊന്നും ഒരു പ്രശ്നമല്ല, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് കൊലപാതകം ഒന്നും ചെയ്തിട്ട് വന്നാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്ത് ഒരു മുഴുവൻ തകർത്തോണ്ടൊന്നും വരുന്നവനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കൈക്കൂലി മേടിച്ചെന്നോ എന്തോ ഗിഫ്റ്റ് കിട്ടിയപ്പോ മേടിച്ചത് കൊണ്ട് പറ്റിപ്പോയതാണ് സാറ് അല്ലെ, അയാൾ വലിയ കൈക്കൂലിക്കാരനല്ലെന്നേ. ആ മനുഷ്യൻ വലിയ കൈക്കൂലി ഒന്നും മേടിച്ച് നാട് പിടിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി, ഈ പാലഘട്ടം പാലൊക്കെ ഇടിഞ്ഞു വീണതും എത്രയോ പേര് മരിച്ചതും, ഈ കണ്ട ട്രെയിൻ ആക്സിഡൻസും പാലം പൊളിഞ്ഞ ആക്സിഡൻസും ബിൽഡിംഗ് പൊളിഞ്ഞു വീണതും എല്ലാം ആരുടെയൊക്കെ തെറ്റുകൊണ്ടാ?
അത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്ന, പരസ്പരം തമ്മിൽ തല്ലി കൊല്ലിക്കുന്ന രാഷ്ട്രീയക്കാരും ഇത്രയും ഈ പറഞ്ഞ പോലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉള്ള ഈ നാട്ടിൽ കള്ളക്കേസിൽ കുടുക്കി എത്ര ജീവിതങ്ങൾ നശിപ്പിച്ച പോലീസുകാരും എല്ലാം ഉള്ള ഇവിടെ ഇരുന്നോണ്ട് കൈക്കൂലി മേടിച്ചിട്ട് ഒരു നാശം ഉണ്ടാക്കാത്ത എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ ആണെങ്കിൽ കൊടുത്തൊരു സാധനം മേടിച്ചിട്ടുള്ള ഒരു പാവം മനുഷ്യൻ, അയാൾ അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് എന്തോ സപ്പോർട്ട് കുറഞ്ഞത് കൊണ്ടും അയാൾക്ക് എന്തോ മാനസികമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അയാളുടെ വാല്യൂ അയാൾക്കില്ലായി പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ആക്ട് ചെയ്യാൻ പാടില്ല. അതിന് വേറെ ആരെയും ഉത്തരവാദിയാക്കിയിട്ട് കാര്യമില്ല. അതിന് ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമാണ്. സ്വന്തം ജീവൻ എടുക്കുന്ന സ്ഥലത്ത് എല്ലാം ഞാൻ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വിദേശ രാജ്യത്താണെങ്കിൽ അവിടെ ഇമേഴ്സി കില്ലിങ്, അതായത് യൂത്തനേഷ്യ പോലത്തെ കാര്യങ്ങൾ ലീഗലായിട്ടുള്ള രാജ്യങ്ങളിൽ നല്ല ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ആത്മഹത്യ നല്ല ഓക്കെ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത് ആക്റ്റീവ് യൂത്തനേഷ്യ എന്നൊക്കെ പറയുന്ന സാധനം ലീഗലാവുമ്പോൾ അവർ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെന്ന് കയറുമ്പോഴേ കൊടുക്കുകയല്ല, ഇതേ ആൾ വേണമെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും മെഡിക്കേഷൻ എല്ലാം നോക്കും. അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നടക്കാത്ത തരത്തിൽ ബ്രെയിനിന് അത്രയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടായ ഒരു ബ്രെയിൻ ആണെങ്കിൽ അയാൾ മരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 12 വയസ്സുള്ളൊരു കൊച്ചിന് ഹെവി ഡിപ്രഷൻ കാരണം അവർ ഇതിനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ടെർമിനൽ ഇൽനെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അതില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു സാധനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ലീഗലൈസ് ചെയ്യേണ്ട സാധനമാണ് യൂത്തനേഷ്യ. അതൊന്ന് ആവശ്യമാണ്. പിന്നെ ഈ നാട് നന്നാക്കാൻ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ട്രാൻസ്പെറൻസി. ഫോക്കസ് ചെയ്യുക, ട്രാൻസ്പെറൻസിയിലൂടെ എല്ലാം നടത്തുക. അതിന് സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഏരിയ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് മനസ്സിലാവും. ചാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിൽ നിന്ന് ഇനി ആർക്കും പൈസ വെട്ടിക്കാനോ തട്ടിക്കാനോ പറ്റത്തില്ല. അത് അത്രയ്ക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഇനിയും കുറെ പണി അതിനകത്ത് ബാക്കിയുണ്ട്. അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഓരോ ഏരിയ വെച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കംപ്ലീറ്റ് ആയ ഒരെണ്ണം ഇപ്പൊ ഫണ്ട് റൈസ് ചെയ്യാൻ ഫണ്ട് മാനേജ്മെന്റ് മാത്രമാണ്. ഈ ഒരു ഏരിയ മാറി ഇനി വേറെ വരുന്നുണ്ട്. നമ്മൾ ഈ ബിസിനസ് പോലത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ അതും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം മൊത്തം ട്രാൻസ്പെറന്റ് ആക്കിയിട്ട് ചെയ്യാൻ എനിക്കറിയാം. ഞാനത് വേണമെങ്കിൽ എനിക്കൊരു ഒരുപാട് സമയം വേണ്ടി വരും. അതുപോലെ വർക്ക് ചെയ്യാൻ ആളെയും കിട്ടിയാൽ ഇത് ഈസിയാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ കൂടുതൽ ഐഡിയ ഉള്ളവർ വരികയും ചെയ്യും. കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും പലതും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നാട് നന്നാവും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. സൊല്യൂഷൻ ആയിട്ടുണ്ട്. സൊല്യൂഷൻ അതേ ഉള്ളൂ, വേറെ സൊല്യൂഷൻ ഇവിടെ ഇല്ല. നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടൊന്നും പഠിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല നമ്മുടെ ഒരു സിസ്റ്റം മൊത്തത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ വന്നതിന്റെ ബുദ്ധിമുട്ടുകളും ഇവർക്ക് പലർക്കും ഇത് ചിന്തിക്കാനോ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നിടത്ത് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. എല്ലാവരും ട്രാൻസ്പെറൻസിയിലൂടെ പോയാൽ മാത്രമേ ഇവിടെ ഈ നാട് ശരിയാകത്തുള്ളൂ. എനിക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയും പവർ വരണം. അതെനിക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. എനിക്ക് പറഞ്ഞു വിടുക. ഏതെങ്കിലും ഒരുത്തിന് ഇതേപോലെ ഏത് സ്ഥാനത്ത് കയറി ഇരിക്കുമ്പോൾ അവൻ ചെയ്യണ്ടേ? അത് അങ്ങനെ ഒരാൾ കാണത്തില്ല. അതുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നി കാണത്തില്ല. അയാൾക്ക് അത്രയും എന്താ പറയുക പവർ ഉണ്ട്. എല്ലാവർക്കും അത് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ട്, അയാൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ട് എല്ലാം പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോ ഇത് പറയാതെ കൊണ്ട് നടന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് അയാൾ എന്നോട് വന്നാൽ പറയുക, നമുക്ക് ഇത് ചെയ്യാം, നീ എന്നോട് നിൽക്കുമെന്ന് ഞാൻ 100% എന്നോട് പോയി നിൽക്കത്തേ ഉള്ളൂ. അല്ലെ എനിക്ക് അതിനകത്ത് വേറെ വലിയ സംഭവമൊന്നും കിട്ടാനില്ല. ഒന്നും കിട്ടത്തില്ലായിരിക്കും ചിലപ്പോ. നഷ്ടം ഇപ്പം തന്നെ പൈസ നഷ്ടമാണ്. ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാശ് നല്ലപോലെ ചിലവാകുന്നുണ്ട്. എന്നിട്ട് അവസാനം പിന്നെ ചീത്തോളിയും കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ ഓരോന്നമാരും വന്നിട്ട് പറയും, നീ അങ്ങനെ ചെയ്തില്ലേ, നീ മറ്റവനല്ലേ, മറിച്ചവനല്ലേ, അങ്ങനെയുള്ള ചീത്ത പേരും കിട്ടും. അതിനകത്തുള്ള ഒന്നൊരു പ്രശ്നമല്ല കേട്ടോ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർഗം ഞാൻ സാധിച്ചിരിക്കും. അതങ്ങനെയാണ്. അത് എവിടെയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടായാലോ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അക്രമവും കൊലപാതകവും വെച്ചോണ്ട് ചെയ്യത്തില്ല. എന്നാൽ മറ്റ് പല കാര്യങ്ങളും വിട്ടുവീഴ്ചകളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് അവിടെ എത്തണം. കുറെ സമയം എടുത്തിട്ടാണ് അവിടെ തന്നെ അങ്ങോട്ട് അടുത്തടുത്തടുത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് ഇത് കയറി എന്തോ ആയി പോയാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണ്ടേ? ഒരാൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ? എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളും വേണമെന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെ ജീവിക്കാൻ പറ്റും മനുഷ്യർക്ക് കേട്ടോ. തെറ്റിദ്ധാരണ അത് ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയോ തെറ്റിയതാ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. മനുഷ്യനെ അങ്ങനെ അല്ലായിരുന്നു. കൂടാനുകൂടി വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അത്രയും വർഷം മനുഷ്യനെങ്കിലായിരുന്നു. കഴിഞ്ഞൊരു 1000 വർഷമായിട്ടൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ, 1000-2000. ആ 2000 വർഷം ഇപ്പൊ പഴയ ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുകൾ എഴുതി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്രശ്നമുണ്ട്. അതെല്ലാം മറക്കണം. ചരിത്രം മറക്കണം.
പഠിച്ചൊക്കെ മറക്കണം, അൺലേൺ ചെയ്യണം എല്ലാം. കുറെ അൺലേൺ ചെയ്യാനുണ്ട്. അൺലേണിംഗ് എന്ന് പറഞ്ഞ പരിപാടി നടന്നാൽ തന്നെ നിന്റെ തല ഫ്രീ ആണ്.